ആ ഇന്ത്യ മുന്നണിയിൽ അല്ലെങ്കിൽ ആ ഫസ്റ്റ് പാർട്ടി എന്ന നിലയ്ക്ക് കോൺഗ്രസ് ആ കേന്ദ്രത്തിൽ വരണം എന്ന് ജനങ്ങൾക്ക് ആഗ്രഹമുണ്ട്. അതനുസരിച്ച് കേരളത്തിലും അതിൻ്റെ പ്രതിഫലിച്ചിട്ടുണ്ട്. ജനങ്ങൾ കോൺഗ്രസ് പാർട്ടിക്ക് വളരെയധികം വോട്ടുകൾ പോയിട്ടുമുണ്ട്. അല്ല, ഞാൻ പറഞ്ഞല്ലോ, അത് കേരള സംസ്ഥാനത്ത് ഉടനീളം, അത് കോട്ടയത്ത് മാത്രമല്ലല്ലോ, കേരള സംസ്ഥാനത്തുടനീളം ഒരു ട്രെൻഡായിട്ട് തന്നെയാണ് വന്നിരിക്കുന്നത്. ആ ട്രെൻഡിൻ്റെ ഭാഗമായിട്ട് കോട്ടയത്തും അത് വന്നിട്ടുണ്ട്, പ്രതിഫലിച്ചിട്ടുണ്ട്. അതാണ് വന്നിരിക്കുന്നത്. എല്ലാവർക്കും ഈ ചിഹ്നമുണ്ടായിരുന്നു. എക്സെപ്റ്റ് കോട്ടയത്ത് ഈ ഒരു പ്രദേശത്ത് മാത്രമല്ല ഇല്ലാത്ത എല്ലാവർക്കും ചിഹ്നമുണ്ടായിരുന്നു. ചിഹ്നത്തിൽ മാത്രമല്ലല്ലോ, അതിൽ മാത്രമല്ലല്ലോ. അപ്പോൾ ഞാൻ സൂചിപ്പിച്ചത് കൃത്യമായി ഇത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൻ്റെ ഒരു ആവർത്തനം തന്നെയല്ലേ. അപ്പോൾ അത് കേന്ദ്രത്തിൽ നമ്മൾ നോക്കേണ്ടത് എന്താണ്? കേന്ദ്രത്തിൽ BJP ഭരണത്തിൽ നിന്ന് താഴെ ഇറക്കുക. വലിയൊരു പ്രചരണം എല്ലാ നാഷണൽ TV കൂടെ വന്നല്ലോ. എന്താണ് എക്സിറ്റ് പോളിൽ വരാൻ പോകുന്നത്? 350, 400 സീറ്റുകളാണ് BJP നേടാൻ പോകുന്നത്. അത് വലിയൊരു ഫാൾസ് ആയിട്ടുള്ളൊരു ട്രെൻഡ് സെറ്റിംഗ് ആണ് അവിടെ നടത്തിക്കൊണ്ടിരുന്നത്. അപ്പോൾ ജനങ്ങൾ ഇത് തിരിച്ചറിഞ്ഞിരിക്കുന്നു. നമുക്ക് വേണ്ടത് കേന്ദ്രത്തിൽ BJPയെ താഴെ ഇറക്കുക എന്നുള്ളതാണ്. ആ ഇന്ത്യ മുന്നണിയുടെ ഭാഗത്ത് അവിടെ നേതൃത്വം കൊടുത്തിരിക്കുന്നത് അത് കോൺഗ്രസ് പാർട്ടിയാണ്. തീർച്ചയായും അതുമായി ബന്ധപ്പെട്ടുള്ള വോട്ടുകൾ അങ്ങനെ പോയിട്ടുണ്ട്. ബാക്കി കാര്യങ്ങൾ ഇപ്പോൾ പഠിച്ചു വരുന്നതേ ഉള്ളൂ. ഓരോ നിയോജകമണ്ഡലത്തിലും ഓരോ ലോക്സഭാ മണ്ഡലത്തിലും അത് കേരള സംസ്ഥാനത്തും മറ്റു സ്ഥലത്തും അത് പഠിച്ചിട്ട് എന്താണെന്നുള്ളത് നമ്മൾ അന്നേരം അറിയിക്കാം.